ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 38 റിവ്യൂ ആണ്. കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് ഒരു എപ്പിസോഡ് കണ്ടു. വലിയ കാര്യമായിട്ടുള്ള ഗെയിം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായിട്ട് കണ്ടസ്റ്റൻസ് പണിയെടുത്തു. എല്ലാ ആൾക്കാരും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു. അതാണ് എനിക്ക് ടോട്ടൽ എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിയത്. ലൈവിലും ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കുറേയൊക്കെ നേരിട്ട് കണ്ടിരുന്നു. ഇന്ന് വർക്കാവാതെ പോയ ഒരേ ഒരു ഗെയിം നോറയുടെ ഗെയിമാണ്. അതിന് ഒരൊറ്റ കാരണമുള്ളൂ, അത് നോറയുടെ ഗെയിം മാത്രമാണ്. കാരണം എന്നും പിടിക്കുന്ന ആ ഒരു ഗെയിം ഇന്നും നോറ പിടിച്ചു നോക്കി, അത് വർക്കായില്ല. അതിനുശേഷം ഒരു 1.5 മണിക്കൂർ നോറയുടെ കരച്ചിലുണ്ടായിരുന്നു. പഴയ പോലെ ഒന്നുമല്ല, ആളുകളൊക്കെ നോറയെ ആശ്വസിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ലൈനിൽ പിടിക്കാനായിട്ടാണ് കണ്ടസ്റ്റൻസ് ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവിൽ ഞാൻ പറയുകയുണ്ടായി, സീസൺ 6 ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്നാൽ ഒരാൾ ഉണ്ടായി വരുന്നുണ്ട്, അത് സിബിനാണ് എന്ന്. പക്ഷേ ഞാനത് തിരിച്ചെടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം സിബിൻ്റെ ഗെയിമിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. സിബിൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊട്ട് സിബിൻ ജാസ്മിനുമായിട്ട് ഒരു ക്ലാഷിൽ ഏർപ്പെട്ടു. അതിനുശേഷം സിബിൻ പറയുന്ന പോയിന്റുകൾക്കകത്ത് അല്ലെങ്കിൽ ജാസ്മിനോട് ഇറക്കുന്ന കളികൾക്കകത്ത് ക്ലാരിറ്റി വളരെ കുറവാണ്. അതേപോലെ ശരിക്കും നമ്മൾ സിബിനെ ആദ്യം തൊട്ട് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് എന്തിനു വേണ്ടിയാണ്? ജാസ്മിൻ ഗബ്രി അവർക്കെതിരെയുള്ള കുറച്ചും കൂടെ പഞ്ചുള്ള ഒരു ഗെയിമിന് വേണ്ടിയാണ്. പക്ഷേ സിബിൻ്റെ അടുത്തു നിന്ന് ആ പഞ്ചുള്ള ഗെയിമല്ല വരുന്നത്. ഇപ്പം ഗബ്രി ഓക്കെ, ഗബ്രി ഒരു വീക്ക് പ്ലെയർ ആണ്, ജാസ്മിൻ ഇല്ലെങ്കിൽ ഗബ്രിക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷേ ജാസ്മിന് വീണ്ടും വീണ്ടും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് സിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശരിക്കും ആ ഒരു മുറിയിൽ പൂട്ടിയിടുന്ന ആ ഒരു സംഭവം അത് ജിൻഡോയുടെ ഒരു പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടിയ ഒരു ചാൻസാണ്. അത് എല്ലാ ആളുകൾക്കും വീണ് കിട്ടിയ ഒരു ചാൻസാണ്. പക്ഷേ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. പവർ ടീമിൻ്റെ പവർ മനസ്സിലാക്കി കൊടുക്കാനായിട്ടും പറ്റി. പക്ഷേ അത് ഇരുവിഭാഗക്കാരും നല്ല രീതിയിൽ യൂസ് ചെയ്തില്ല. ജാസ്മിൻ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യായിരുന്നു, പക്ഷേ ഗബ്രി അത് നശിപ്പിച്ച് പണ്ടാരം അടക്കി കളഞ്ഞു. ഗബ്രി ഒരു രക്ഷയില്ല. അയാൾ സംസാരിക്കുന്നതും അയാൾ കളിക്കുന്നതും എല്ലാം നല്ല ബോറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ഗെയിം നോക്കി കാണുമ്പോൾ സിബിൻ കുറേയധികം ആളുകളുടെ ഒരു പരിവാരങ്ങളെ കൂട്ടിയിട്ടാണ് ഇവർക്കെതിരെ ഒരു ഗെയിം കളിക്കുന്നത്. അത് ജാസ്മിൻ ഒറ്റയ്ക്ക് നേരിടുന്ന ചില കാഴ്ചകളിലേക്ക് അവസാനം നമ്മൾ പോയേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേന് സിബിൻ പഠിക്കലും ഉണ്ട് കല ഉടച്ചതുപോലെ നമുക്ക് തോന്നും. അവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയോട് ഒരു ഇഷ്ടം തോന്നും. ജിൻഡോ ഒരു സൈലൻറ്റ് പ്ലെയർ ആണ്. നൈസായിട്ട് ചില പരിപാടികളൊക്കെ അങ്ങ് ചെയ്യും, അത് വർക്കാവും. ഇന്ന് ഹൗസിലേക്ക് നോക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ള പണിയെടുപ്പുണ്ട് എന്നുണ്ടെങ്കിലും അത് ആർക്കും ബെനഫിഷ്യലായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇരുവിഭാഗക്കാർക്കും എടുത്തു പറയാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടുകയുണ്ടായി. ഇപ്പോൾ അവസാനം ജാസ്മിൻ പറഞ്ഞൊരു പോയിന്റ്, ആ ഒരു പോയിന്റ് എപ്പിസോഡ് മാത്രം കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. രാവിലെ ജിൻഡോയുമായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ജാസ്മിൻ. ആ ഒരു ഇഷ്യൂ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സ്പേസ് രാവിലെ കൊടുത്തില്ല. അപ്പം പവർ ടീം പറഞ്ഞു, ഞങ്ങളൊരു കോർട്ട് പരിപാടിയുമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഞങ്ങൾ ഈ ഒരു പ്രശ്നം എടുത്ത് അവതരിപ്പിക്കാം. അപ്പം ജിൻഡോയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, അതിൽ ജിൻഡോ തിരഞ്ഞെടുക്കുന്ന 2 ആളുകൾക്ക് വാദിക്കാം, ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, ജാസ്മിൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് 2 പേർക്ക് വാദിക്കാം എന്ന് പറഞ്ഞിരുന്നു. ജാസ്മിൻ ഇതിനോട് എസ് പറഞ്ഞു. ജാസ്മിൻ എസ് ഒക്കെ പറഞ്ഞതിന് ശേഷം വേറെ ഒരു സാധനത്തെ കയറി പിടിച്ചു. അതേതാണ്? അവിടുത്തെ ബോർഡിൽ ഈ പവർ ടീമിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ കോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് അവിടെയല്ല എഴുതേണ്ടത്. 24 മണിക്കൂറും ലൈവ് കണ്ടിട്ട് വന്ന പൂജ അത് അവിടെ എഴുതിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ കയറി കൊളുത്തി. ഭയങ്കര ഓവറായിരുന്നു, കട്ട ഓവറായിരുന്നു. അപ്പോഴത്തേന് ഇവർ പ്രൊവോക്ഡായി, മറ്റേ സിബിനൊക്കെ പ്രൊവോക്ഡായി. അപ്പം ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അപ്പോഴത്തേനും ഓണായി. പൂജ ചെറിയ രീതിയിൽ ഒന്ന് ടെററായി വന്നു. പക്ഷേ പൂജ നൈസായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ നൈസായിട്ട് ഒതുക്കി വിട്ടു. അപ്പോൾ ആ ഒരു ഗെയിം കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ജാസ്മിനെയും ഗബ്രിയും വെറുത്തു പോകും. ഇന്ന് രാവിലെ തൊട്ട് ജാസ്മിൻ ആൻഡ് ഗബ്രി പല മൊമെൻറ്റിലും അലമ്പോടലമ്പായിരുന്നു. നമുക്ക് മനസ്സിലാവത്ത് പോലും ഇല്ലാത്ത കേസ് പറഞ്ഞിട്ടാണ് ഇവർ ഓരോന്നിലും കയറി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസിൽ പല ആൾക്കാരും ഇവരെ കൊണ്ട് മടുത്തിരുന്നു. അത് ഇന്നലെ ബിഗ് ബോസ് കളിച്ചൊരു കളിയാണ്. എനിക്ക് തോന്നുന്നു സൈക്കോളജിസ്റ്റ് ഇവരോട് പറഞ്ഞാണ്, നിങ്ങൾ സൂപ്പർ കോംബോയാണ്, ഒന്നും നോക്കേണ്ട കളിച്ചു, നിങ്ങൾ ടെററാണ്, നിങ്ങളെയാണ് എല്ലാ ആൾക്കാരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ അടിച്ച് പൊളിച്ച മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര പവറോടെ അവർ കളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ലൈവിൽ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഇതായിരുന്നു ഇന്ന് തുടക്കം. അതേപോലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. കണ്ടസ്റ്റൻസിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക എന്നുള്ളതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്ത ഒരു ടാസ്ക്. അത് വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയത്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുൻപുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ആ ഒരു രാവിലത്തെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ. ഇനി ഉച്ച തൊട്ട് ഒരു ടാസ്ക്കാണ്, മെലോ ഡ്രാമ എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിൽ നടന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തു വെച്ച് വളരെ ഡ്രമാറ്റിക് ആയിട്ട് ഒരു സീരിയൽ പോലെ പ്രസൻറ്റ് ചെയ്യണം.
എന്നാൽ സ്കിറ്റാണ്, ഒരു സീരിയൽ പോലെ പ്രസൻറ്റ് ചെയ്യണം. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ടസ്റ്റൻസ് തന്നെ കൊടുക്കണം, അതേപോലെ തന്നെ അതിന് ഡബ്ബിങ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. 3 ടീമുകളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. സംഘടന വേണം, റൊമാൻസ് വേണം, ട്രാജഡി വേണം, പാട്ട് വേണം, ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളെല്ലാം വേണം. ഈ ഒരു പെർഫോമൻസിന് ശേഷം കണ്ടസ്റ്റൻസിന് മറ്റേ പവർ ടീമിന്റെ കോയിൻ കളക്ട് ചെയ്യാനായിട്ടുള്ള, സംഭാവന പിരിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് മറ്റേ റൂം ലോക്ക് ചെയ്യുന്ന ഒരു ആശയം ശക്തിപ്പെടുന്നത്. അപ്പോൾ ജിൻഡോ പറഞ്ഞു നമ്മുടെ പവർ ടീമിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ ജിൻഡോ റിക്വസ്റ്റ് ചെയ്യുന്നു, റെഡി ആയില്ല. ശരണ്യ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം ജിൻഡോ ക്യാപ്റ്റൻ ആണല്ലോ, അപ്പോൾ ശരണ്യ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് റൂം ലോക്ക് ആവുന്നു. റൂം ലോക്ക് ആവുന്ന സമയത്ത് അതിനകത്ത് ജാസ്മിൻ ഉണ്ട്. അപ്പം ജാസ്മിനെതിരെ ഈ ഒരു കളി അവർ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സിബിൻ ഇങ്ങനെ ജാസ്മിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് വർക്കാവും, പക്ഷേ ചെറിയ കേസുകളാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അതിൽ പിടിച്ച് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്നലെ സിബിൻ പറഞ്ഞു ജാസ്മിൻ ആൻഡ് ഗബ്രി 2 ടീമിലാവുന്ന സമയത്ത് ഒരു ടീമിൽ നിന്നുള്ള കാര്യങ്ങൾ മറ്റൊരു ടീമിൽ കൊണ്ടേ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജാസ്മിൻ എപ്പോഴും ഗബ്രി ഉള്ള ടീമിലേക്ക് പോകും. അവിടെ വെച്ച് നമുക്ക് അവളെ പൂട്ടാം. ഈ മുറി പൂട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂവിൽ പൂട്ടാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇച്ചിരി അമിത ആവേശം വന്നു. ഇവിടെ ജാസ്മിൻ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഗബ്രിയൊക്കെ ഉള്ള ടീമിൻ്റെ, അപ്സര, ഗബ്രി, അർജുനൊക്കെ ഉള്ള ടീമിൻ്റെ മുറി പൂട്ടുകയാണ്. അവരുടെ ടീമിൻ്റെ നെയിം ഡെന്നിൻ്റെ മുറി പൂട്ടുകയാണ്. അപ്പം ഇവരെല്ലാം മറ്റേ കോസ്റ്റ്യൂമൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ഇട്ട് അകത്തിരിക്കുകയാണ്. അപ്പം ജാസ്മിൻ അവിടെ ഉണ്ട്, മുറി പൂട്ടുന്നു. അപ്പോഴത്തേന് സിമിനൊക്കെ അതൊരു വലിയ ഗെയിമായിട്ട് എടുക്കുന്നു. അത് വളരെ നൈസായിട്ട് ചിന്ത വിട്ട് കൊടുത്ത ഒരു സാധനമാണ്. അപ്പോൾ അതൊരു ഗെയിമായിട്ട് എടുത്തിട്ട് അമിത ആവേശപ്രകടനമാണ്. അയ്യോ പവർ ടീമിൻ്റെ പവർ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശപ്രകടനമാണ്. ജാൻമണിയുടെ ഒക്കെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കൊരു പ്രേക്ഷകനൊരു സന്തോഷം തോന്നി. അറ്റ്ലീസ്റ്റ് പവർ ടീമിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്തല്ലോ. അത് അടിപൊളി ഒരു മൊമെൻ്റ് ആയിരുന്നു ആ റൂം ലോക്ക് ആവുന്നത്. കാരണം ഇവർക്ക് പലതും അവിടെ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്, എല്ലാ ആൾക്കാരും റിയലൈസ് ചെയ്യുന്നത് പവർ ടീമിൻ്റെ പവർ എന്താണെന്നുള്ളത്. ഈ ഒരു അവസരം ഡെന്നിന് നല്ല രീതിയിൽ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനോടെ തന്നെയാണ് റിസ്മിൻ, അർജുൻ, അതേപോലെ തന്നെ അപ്സരയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഗബ്രി ഉണ്ട്. ഗബ്രിയാണ് കൂട്ടത്തിലെ ഏറ്റവും ശല്യം. ഇവർ പലതവണ ഗബ്രിയോട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ജാസ്മിൻ പോലും ഗബ്രി എടുത്തിട്ട് ഇടിച്ചേനെ എന്ന് ഞാൻ വിചാരിച്ചു. അമ്മാതിരി വർത്താനമാണ് ഗബ്രി. അതിനിടയ്ക്ക് ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുന്നു. ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റൻ പറഞ്ഞ ഒരു കാര്യം ന്യായമാണ്, നീ എനിക്ക് ഓട്ടമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ക്യാപ്റ്റൻ എല്ലാവരുടെയും ക്യാപ്റ്റനാണ്. ഗബ്രി അതിനകത്തൊരു പോയിന്റ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗബ്രിയുടെ ഈ ഒരു വെറുപ്പിക്കൽ കാരണം നമുക്ക് ഗബ്രിയുടെ പോയിൻ്റൊന്നും അത്രയധികം കൺവിൻസിങ് ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ ഏതായാലും അവരെ ഇട്ട് പൂട്ടുകയാണ്. പക്ഷേ അവിടെ ജാസ്മിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഈ ജബ്രി കോംബോ എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ നോക്കരുത്. അവിടെ ജാസ്മിൻ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കയറി വരിക എന്നുള്ളതാണ് ഇവിടെ ആലോചിക്കേണ്ടത്. അപ്പോൾ അവിടെ ഗബ്രിയെ വിട്ടേക്ക്, പക്ഷേ ജാസ്മിന് സ്പേസ് കിട്ടുകയാണ്. ജാസ്മിൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. ബാക്കി ഡെന്നിൻ്റെ ടീമിലുള്ള ഒരാളെ നമ്മൾ നോക്കുന്നില്ല. അവിടെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഗെയിമർക്കെതിരെയാണ് ഇവർ കളിക്കുന്ന കളി മൊത്തം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണോ ജാസ്മിൻ അവിടെ കളിച്ചതെന്ന് ഞാൻ ആലോചിച്ച് പോയി. കാരണം അമ്മാതിരി പ്ലേ ആണ്, ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് അവിടെ ജാസ്മിൻ കളിക്കുന്നത്. ഗബ്രിയുടെ കാര്യങ്ങളോട് യോജിക്കുന്നില്ല, പക്ഷേ ജാസ്മിനായിട്ട് അതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിമൻ കാർഡ് ഇറക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജാസ്മിൻ അതിനകത്ത് ഡീൽ ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല. അത് ജാസ്മിൻ വ്യക്തമാക്കുന്നുണ്ട്, ലൈവിൽ കേട്ടതാണ്. പീരീഡ്സ് ആണ്, അപ്പോൾ പുറത്തേക്ക് പോകേണ്ട വന്നാൽ പുറത്ത് വിടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ജാസ്മിൻ ചോദിച്ചത്. പക്ഷേ ജാസ്മിൻ അവിടെ കളിക്കാൻ ഉദ്ദേശിച്ച ഗെയിം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർ യെസ് ഓർ നോ പറയുന്ന സമയത്ത് അത് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കയറാൻ വേണ്ടിയാണ്. പക്ഷേ കാർഡ് ഇറക്കിയില്ല. ആ ഒരു മണ്ടത്തരം അവിടെ ജാസ്മിൻ കാണിച്ചില്ല. പക്ഷേ ഗബ്രി ഒരു മണ്ടനാണ്, അതുകൊണ്ട് അവിടെ കുറേയധികം വിഡ്ഢിത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗബ്രിയുടെ ചില വർത്തമാനങ്ങൾ, ഇപ്പോൾ കുനിഞ്ഞിക്കുക എന്ന് പറയുന്ന ഒരു വർത്തമാനത്തെ അവർ വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ഭാഷ ചില സമയത്ത് ഭയങ്കര ഓവർ ആയതുകൊണ്ടാണ്. പക്ഷേ പുള്ളി ഉദ്ദേശിക്കുന്നത് മറ്റേ ഓംബ്ര എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. ഇതിലൂടെ ഗബ്രിക്ക് ഗുളിക കഴിക്കുന്നുണ്ട്, അവിടെ മൊത്തം വൃത്തികേടാക്കും, അതേപോലെ തന്നെ മാനസിക പരിഗണന എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അയ്യോ, അത് ലൈവിൽ കട്ട ഉറപ്പിക്കലായിരുന്നു. എപ്പിസോഡിൽ പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സിബിൻ പ്രൊവോക്ഡ് ആയില്ല എന്ന് പറഞ്ഞാൽ സിബിൻ പ്രൊവോക്ഡ് ആവുന്നുണ്ട്, ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത്. അപ്പം അതെങ്ങനെ നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബിൻ കാമാണെങ്കിൽ നൈസാണെന്നുണ്ടെങ്കിൽ കിട്ടുക്കം പോയിന്റുകൾ പറയും. പക്ഷെ പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളെ മൊത്തത്തിൽ എന്നുള്ളൊരു ഫീലിലേക്ക് എത്തിക്കും. മുറി പൂട്ടിയിട്ട കാര്യത്തിൽ അവർ വളരെയധികം എക്സൈറ്റഡ് ആണ് പവർ ടീം, അതേപോലെ ബാക്കിയുള്ള ആളുകൾ. പക്ഷേ അവർക്കുള്ളിലൊരു പേടിയുണ്ട്, ഇത് നെഗറ്റീവ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം വലിയ ഡിസ്കഷൻസ് അതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ചാൻസ് കിട്ടിയത്. ഗബ്രി ഈ മണ്ടത്തരം എല്ലാം വിളിച്ച് പറഞ്ഞ ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ഇവർ മറ്റേ സാധനം ഇറക്കി വെച്ചു, ഗബ്രി മാപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിടാം. അപ്പോൾ ഗബ്രിക്ക് ജാസ്മിനോടൊക്കെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് പറയുമല്ലോ. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് ഗബ്രിയുടെ ഈഗോ
ഈഗോ അവൻ അടിയറോ വയ്ക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അത് അങ്ങനെ കവറപ്പ് ചെയ്യാം. അതൊരു നൈസ് പ്ലാനായിട്ട് എല്ലാ ആളുകൾക്കും തോന്നി. ആ ഒരു പ്ലാനിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ പറഞ്ഞു, ഗബ്രി മാപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് വിടാം. ഗബ്രി മാപ്പ് പറയുമോ? ഇല്ല. എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും ഗബ്രി മാപ്പ് പറയത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗബ്രി മാപ്പ് പറയുമോ എന്നുള്ളൊരു ചോദ്യം പോലും അകത്തു നിന്ന് വരുന്നില്ല. കാരണം അവർക്കറിയാം അത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതിനുശേഷം നോറയൊക്കെ ഒരു മാനസിക പരിഗണനയുടെ കാര്യം വീണ്ടും എടുത്ത് പറയുകയാണ്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ആൻഡ് നോറ ഒരു സമയത്താണ് പീരീഡ്സ് ആവുന്നത്, അങ്ങനെയാണ്. അപ്പോൾ ജാസ്മിൻ അങ്ങനെ കാർഡൊന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ ജാസ്മിനെ അങ്ങനെ പൂട്ടിയിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പം സിബിനൊക്കെ ഒരു ഡൗട്ട്. അങ്ങനെ അവർ പറയുകയാണ്, ഞങ്ങൾ മനുഷ്യത്വമുള്ള ആളുകളാണ്, ഗബ്രി അത്ര മനുഷ്യത്വമില്ലാത്ത ഒരാളാണ്, ഗബ്രി മാപ്പ് പറഞ്ഞില്ല എങ്കിലും ഞങ്ങളുടെ മനുഷ്യത്വം അതിന് മുകളിലായതുകൊണ്ട് തുറന്നു വിടുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് പവർ ടീമിൻ്റെ പവർ മനസ്സിലാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിലും ഗെയിമിൽ അത് ബെനിഫിഷ്യലായിട്ട് വന്നില്ല. കാരണം അത് രണ്ടാളുകൾക്കും ലാഭകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അവിടെ ശരിക്കും പ്രൊവോക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പരിധിയിൽ കൂടുതൽ നടന്നില്ല. ഗബ്രി പിന്നെ ചുമ്മാ തോണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വിഡ്ഢിത്തരം പറയുന്ന ഒരാളാണ്. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്കിടയിൽ അത് വർക്കായില്ല. അങ്ങനെ ആ ഒരു പരിപാടി അവസാനിച്ചു. അതിനുശേഷം ആദ്യം പറഞ്ഞ ആ ഒരു മെലോഡ്രാമ സെഷനിലേക്ക് വരികയാണ്. ഗംഭീര പരിപാടി, ഒരു രക്ഷയില്ല. അപ്പോൾ ആദ്യം വരുന്നത് ഡെന്നാണ്. ഡെന്നല്ലേ ഇവരുടെ ടീം, നമ്മുടെ ഗബ്രിയുടെയൊക്കെ ടീം. അവർ അടിച്ച് പൊളിച്ചു. അപ്പോൾ ജാൻമണിയായിട്ട് അവിടെ വേഷം കിട്ടുന്നത് നമ്മുടെ അർജുനാണ്. സംസാരവും ആറ്റിറ്റ്യൂഡും എല്ലാം ഡിറ്റോ സെയിം, ഒരു രക്ഷയില്ല. അടിപൊളി പെർഫോമൻസ്. ജിൻഡോ ഒക്കെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ജിൻഡോ ആയിട്ട് വേഷപ്പകർച്ച നടത്തിയത് അപ്സരയാണ്. അപ്സര ഒരു രക്ഷയില്ല, തകർത്ത് വാരി. ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ, ജിൻഡോയെ വേർപ്പിച്ച് കളഞ്ഞു. ജിൻഡോ വേർപ്പൊക്കെ തുളച്ച അവസാനം എന്ന് പറഞ്ഞാൽ അത്ര ടെൻഷനായി പോയി. കാരണം ജിൻഡോയ്ക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ജിൻചാൻ എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞാലും ആ ഒരു കോംബോയൊക്കെ ജിൻഡോ വളരെയധികം പേടിയോടെയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ നോക്കി കണ്ടത്. അപ്പോൾ ആ ഒരു സാധനമൊക്കെ വന്നിട്ട് അയ്യോ എൻ്റെ കണ്ടന്റ് ഇങ്ങനെയാണോ പോണേ എന്നൊക്കെ പറയുന്ന ഒരു ടെൻഷനിലാണ് ജിൻഡോ ഇരിക്കുന്നത്. അവരത് നൈസായിട്ട് പെർഫോം ചെയ്തു. ഒരു വ്യക്തി അധിക്ഷേപത്തിലേക്കൊന്നും അത്ര അധികം അങ്ങോട്ട് പോയില്ല. അത് ജാൻമണി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗബ്രി നോറ ഇമിറ്റേറ്റ് ചെയ്തതും റസ്മിൻ ജാസ്മിനെ ഇമിറ്റേറ്റ് ചെയ്തതും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത പരസ്പര ബഹുമാനത്തോടെ ആ ഒരു പരിപാടി നടത്തി. അതിനുശേഷം നെക്സ്റ്റ് ടീമാണ് വരുന്നത്. സായി നോറയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അർജുൻ ശ്രീതു ആ ഒരു കോംബോയൊക്കെ അവർ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം നന്ദനയും അതേപോലെ തന്നെ അബിയും കൂടെ വന്നു. മറ്റേ അഭിഷേക് ജയദീപും കൂടെ വന്നിട്ട് ജാസ്മിൻ ഗബ്രി കോംബോയെ കാട്ടിക്കൊടുത്തു. അത് ഭയങ്കര ഓവറായിരുന്നു, വൃത്തികേടായിരുന്നു, അശ്ലീകരം എന്ന് തന്നെ പറയേണ്ടി വന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുള്ള പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പെരുമാറുന്നത് പോലെ ആവരുത് കണ്ടസ്റ്റൻസ് അകത്ത് ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഈ സദാചാരം പറയുന്ന ആളുകളുടെ അപ്രോച്ച് എന്താണ് എന്നുള്ളത് വ്യക്തമായിരുന്നു ആ ഒരു കോംബോ അഭിനയിച്ച് കാണിച്ചതിനകത്ത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മറ്റേ ഒരു അളിഞ്ഞ പരിപാടിയായിരുന്നു. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അളിഞ്ഞ പരിപാടിയായിരുന്നു. അപ്പോൾ ആ ഒരു അളിഞ്ഞ പരിപാടിയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നന്ദനയുടെയൊക്കെ തരത്തിലുള്ള ആ ഒരു ആകുലത ഉള്ളത്. നന്ദന ഇങ്ങോട്ടേക്ക് ഗെയിം കളിക്കാൻ വരുന്ന സമയത്ത് തന്നെ ആ ഒരു അളിഞ്ഞ ഗെയിം അപ്രോച്ചായിട്ടാണ് വരുന്നത്. പ്രേക്ഷകരിൽ കുറേയധികം ആളുകൾക്ക് ഇങ്ങനെ ഒരു എതിർപ്പുണ്ട്. അപ്പോൾ ആ ഒരു അളിഞ്ഞ സപ്പോർട്ട് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നന്ദന ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു അളിഞ്ഞ ഗെയിമല്ല നന്ദന ഇവിടെ ഇറക്കേണ്ടിയിരുന്നത്. കുറച്ചും കൂടെ ഒരു മാന്യത അഭിനയിച്ചുകൂടെ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം നന്ദന വന്നിട്ട് എന്തുവാ കാണിക്കുന്നത്? നന്ദനയ്ക്ക് ബാക്കിയുള്ള ആൾക്കാരും വാഴയാണ്, പക്ഷെ നന്ദനയാണ് ഏറ്റവും വലിയ വാഴ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാറ്റത്ത് വാഴ ആടുന്ന പോലെ ആടിയിട്ട് കാര്യമില്ലല്ലോ. നന്ദനയ്ക്ക് ഒരു ക്വാളിറ്റി ഗെയിം ഇല്ല. നന്ദന ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് ഏതോ മഞ്ഞച്ചാലിലെ കമൻറ്റ് വായിക്കുന്നത് പോലെയുള്ള കുറേ ഡയലോഗ് അല്ലാതെ വേറൊരു സാധനം പറയത്തില്ലേ, ചുമ്മാ ഓവറാക്കല്. അപ്പോൾ അത് ഭയങ്കര ബോറായിപ്പോയി. അതിനുശേഷം ടണൽ ടീമാണ് വരുന്നത്. ജിൻഡോ ആയിട്ട് ശ്രീതു വരുന്നുണ്ട്. അപ്പം ഈ പുള്ളി എന്ന് വിളിക്കുന്ന ഒരു കാര്യം അത് രാവിലെ ഒരു ചെറിയ ഒരു ഒരസലിലേക്ക് വന്നു. പക്ഷെ പുള്ളി എന്നൊന്നും വിളിക്കുന്നൊന്നും പ്രശ്നമല്ല, അതൊന്നും ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ അല്ല എന്നൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞ് രാവിലെ മുങ്ങിപ്പോയൊരു കണ്ടന്റാണ്. അപ്പോൾ അതെടുത്ത് പൊക്കി. ജാസ്മിനായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. എന്നെ ട്രോളാൻ ഒരു പട്ടിയുടെ സഹായമില്ല എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ അവിടെ പെർഫോം ചെയ്യുന്നത്. ശരിക്കും ജാസ്മിനാണ് ഗബ്രിയെ ശരിക്കും പറഞ്ഞാൽ ഇരുത്തി ഒട്ടിച്ച് വിട്ട സാധനം എടുത്തിട്ടത്. കാരണം ജാസ്മിനാണ് ആ ഒരു തീമൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം ഗബ്രി ആയിട്ട് ശ്രീരേഖയാണ് വരുന്നത്. എൻ്റെ പൊന്നോ, അവസാനമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ചിരിച്ച് മരിച്ച്. അവസാനം ഇങ്ങനെ ഫ്രീസായിട്ടൊക്കെ ഗബ്രി ഇരിക്കുന്ന ആ ഒരു സാധനം ശ്രീരേഖ അടിപൊളിയായിട്ട് ചെയ്തു. ഇത് ഭയങ്കര രസമായിട്ട് മനസ്സ് നിറഞ്ഞ് കാണാൻ പറ്റുന്ന കുറേയധികം സ്കിറ്റുകളായിരുന്നു. നടുക്കത്തെ സാധനം വെറുപ്പിച്ചു, അതുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള സാധനമൊക്കെ ഭയങ്കര നൈസായിരുന്നു. ഏതായാലും കോമൺ ആയിട്ട് എല്ലാ ആളുകളുടെയും മീര ജാൻമണിയും ജിൻഡോയൊക്കെ ആയിരുന്നു, ഗബ്രി ജാസ്മിനൊക്കെ ആയിരുന്നു. അത് എല്ലാം നന്നായി. ജാൻമണി എല്ലാ ആളുകൾക്കും നല്ല ഒരു ഇരയായിരുന്നു. നല്ല രീതിയിൽ അവർക്ക് ജാൻമണി പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റി. ഇനിയിപ്പോൾ പോയിന്റ് നിലകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെൻ ടീമിന് 113 പോയിന്റുകളാണ് കിട്ടിയത്. കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു.
നെസ്റ്റിന് 110 കിട്ടിയത്. ടണൽ 177. ഇപ്പോൾ ടണൽ ടീമാണല്ലോ നമ്മുടെ ശ്രീധുവിൻ്റെയൊക്കെ ഒരു ടീം. അപ്പോൾ അങ്ങനെ ടണൽ ടീം ഫസ്റ്റ് അടിക്കുകയാണ്. സെക്കൻഡ് പോയിന്റിലേക്ക് വരുന്നത് നമ്മുടെ ഡെന്നാണ്. നെസ്റ്റിന് പോയിന്റുകളൊന്നുമില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ രസമായിട്ട് വരും. പക്ഷേ എല്ലാ ആൾക്കാരും കൂടെ ജാസ്മിൻ്റെ പുറകെ നിൽക്കുമ്പം നമുക്ക് പ്രേക്ഷകന് ബോറടിക്കും. കാരണം നമ്മൾ ജാസ്മിൻ്റെ ഗെയിം കണ്ട് മടുത്ത്. അപ്പോൾ അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതെ അവരൊന്ന് ഇഗ്നോർ ചെയ്ത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട് വലിയ ആകാംക്ഷയുണ്ട്. ജാസ്മിൻ ഗബ്രിയെ ഒന്നും കാണിക്കാതെ വേറെ ആരെങ്കിലുമൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനൊരു ആകാംക്ഷയുണ്ട്. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ജാസ്മിൻ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതും ഇവർ ജാസ്മിനോട് എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകൻ അറിയാവുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിയാവും. ഇത് കുറച്ചും കൂടെ നൈസായിട്ട് വരും. ഇതിപ്പം ഇത്രയധികം ആൾക്കാരുള്ളതുകൊണ്ടാണ്. കൊഴിഞ്ഞു പോക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് കളി വേറെ റേഞ്ചിലേക്ക് വരും. അപ്പം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. സായിയൊക്കെ കുറേ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സായിയൊക്കെ ഇപ്പോൾ നൈസായിട്ട് കയറി വരുന്നുണ്ട്. സായിക്ക് നേരിട്ട് ജാസ്മിനോടൊന്നും മുട്ടാൻ പറ്റത്തില്ല, അത് വേറെ കളിയാണ്. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് മാറി നിന്നിട്ടൊക്കെയുള്ള കളിയൊക്കെ കളിക്കും. എന്നാലും കയറി വരാൻ സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.